വളരെ അനായാസം തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് കൊഞ്ച് ബജ്ജി. ഇതൊരു സ്പെഷ്യൽ കൊഞ്ച് ബജ്ജിയാണ്. അതിന് വേണ്ട ചേരുവകൾ: 1 കപ്പ് വലിയ കൊഞ്ച്, പിന്നെ കുറച്ച് സവാള, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി, സവാളയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്താൽ മതി. പേസ്റ്റും മല്ലിയില, കറിവേപ്പില, കുറച്ച് ടൊമാറ്റോ, ഇത്രയും അരച്ചെടുത്തു. കുറച്ച് ഉപ്പും ചേർത്തു. എന്നിട്ട് ഇതിൽ നമ്മള് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്തു. കുറച്ച് ഉപ്പ് ചേർക്കുന്നു. ഇനി ഇതിൽ വേറെ 2 കാര്യങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. ഒന്ന് ഒരു മുട്ട, പിന്നെ കുറച്ച് അരിപ്പൊടിയാണിത്. മുട്ട നമുക്ക് ഇതിലൊഴിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് ചെയ്താലും മതി. ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച മിക്സിയിൽ അരച്ചു വെച്ച പൊടി ഇതും ചേർത്തു. ഇനി ചേർക്കാനുള്ളത് നമ്മളെടുത്ത അരിപ്പൊടിയാണിത്. ഇത് അരിപ്പൊടി, ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തു. അരിപ്പൊടി ഒരൽപ്പം വെള്ളം ചേർത്ത്, കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഈ സവാളയും കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടയും കുറച്ച് അരിപ്പൊടി ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അതിന് കട്ടയായിട്ട് വരും. ഇങ്ങനെ ഒന്ന് കലക്കി അതും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോ ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മൈദയും കോൺഫ്ലവർ ഒക്കെ ചേർക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ചേർക്കാൻ കുറച്ച് ഉപ്പ് കൂടി ഇടാം. എന്നിട്ടില്ല കുറച്ച് മസാലപ്പൊടി. ഇത് ചിക്കൻ മസാല പൗഡറാണ്. ഇതൊരു 2 സ്പൂൺ ചേർക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ കണ്ടോ. ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ, സുരക്ഷ 1 ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ഇപ്പോൾ ഹെൽത്തി മോയ്സ്ചറൈസ്ഡ് സ്കിന്നിനായി ഇതാ വരുന്നു ആക്റ്റീവ് ആയുർവേദ. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം. സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു. എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ജോഹോബ ഓയിൽ. അവ ചർമ്മത്തിന് ഹെൽത്തിയായി മോയ്സ്ചറൈസ്ഡ് ആയി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ കണ്ടോ. ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ, സുരക്ഷ 1 ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ബദാമിന്റെയും ചന്ദനത്തിന്റെയും ഗുണങ്ങൾ നിറഞ്ഞ സന്തൂർ വൈറ്റ് ഇപ്പോൾ വെറും 10 രൂപയ്ക്ക്. പ്രത്യേക ഓഫർ. ഇപ്പോൾ ആക്റ്റീവ് ആയുർവേദ ചേർന്ന പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ സോപ്പിൽ നേടൂ 5 രൂപ ഇളവ്. പ്രത്യേക ഓഫർ. ഇപ്പോൾ ആക്റ്റീവ് ആയുർവേദ ചേർന്ന പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ സോപ്പിൽ നേടൂ 5 രൂപ ഇളവ്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ കണ്ടോ. ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ, സുരക്ഷ 1 ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബജ്ജിയായിരിക്കും.
മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഇങ്ങനെ കുറുകിയതായിട്ട് കിട്ടും. ഇത് നമുക്ക് വളരെ വേഗം തയ്യാറാക്കാവുന്നതാണ്. ഇത് കൊഞ്ച് നമ്മൾ ഈ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നു. അത്രയുള്ളൂ. മാവ് കുറച്ച് ലൂസായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ചേർക്കാം. ഞാൻ കുറച്ച് ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുകയാണ്. ഗാർലിക്കിന്റെ ആ ഒരു മണം ഇത്തിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്താൽ മതി. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. കൊഞ്ച് നമുക്ക് ഇതിലേക്കിടാം. ഓരോ കൊഞ്ചും അതിലിട്ട് മുക്കി വറുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് അതിലേക്കിട്ട് വറുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആയാലും മതി. ഓരോ കൊഞ്ച് തിളക്കുന്ന എണ്ണയിലേക്ക്. അപ്പൊ ഈ അരിപ്പൊടി നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ആ കോട്ടിങ് കട്ടിയായിരിക്കണമെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി അങ്ങ് കൂടുതലായിട്ട് ചേർക്കണം. ഇപ്പൊ ഞാനൊരു ആ കൊഞ്ചിങ്ങനെ കണ്ടോട്ടെ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. കൊഞ്ചിന്റെ ആ ഒരു ഷേപ്പ് കിട്ടുമല്ലോ. ടൈറ്റ് ആയിട്ടിരുന്ന അതിന്റെ ഔട്ടർ കോട്ടിങ് ഭയങ്കര ഹാർഡായിട്ട് വരണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആ തീ ഒന്ന് കുറയ്ക്കാം. ഇപ്പൊ നമുക്ക് ഏതിന്റെങ്കിലും പുറത്ത് ഇങ്ങനെ കൊഞ്ചിന്റെ അംശം കാണുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി അതിന്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് മറിച്ചിടേണ്ട സമയം ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ബജിയാണ്. ഈ തീ കൂട്ടാം. ഈ വലിയ കൊഞ്ച് കിട്ടുകയാണെങ്കിൽ നല്ലതായിട്ട് ഇതിന്റെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടും. മല്ലിയിലയൊക്കെ നമ്മളിതിൽ അരച്ച് ചേർത്തു. മല്ലിയിലയും കറിവേപ്പിനും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു മണം വരുന്നുണ്ട്. കൊഞ്ചാണെന്ന് അറിയാത്ത പോലെ നമുക്കൊരു ബജിയായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിങ്ങനെ ഈ കൊഞ്ചിന്റെ അംശം കാണുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ പുറത്ത് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് ഗ്രേവി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അവിടെ മറിച്ചിട്ടാൽ മതി. അപ്പൊ അത് ഓക്കെ. അയ്യോ ഇങ്ങനെ ആയല്ലോ, അത് ടൈറ്റ് ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വേണ്ട. അങ്ങനെ ഒന്നും കൂടി അത് മറിച്ചിടുമ്പോൾ ശരിയാവും. നമുക്ക് എന്തിനാ കുക്കിങ്ങിൽ പോംവഴി ഇല്ലാത്തത്? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അപാകത തോന്നിയാൽ അപ്പൊ നമുക്ക് അതിനുള്ള ഒരു പരിഹാരവും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മയായും തോന്നിയാൽ ആരും വറീഡാവണ്ട. അതിനെല്ലാം നമുക്ക് പരിഹാര മാർഗങ്ങളുണ്ടാവും. അപ്പൊ ആ കൊഞ്ചിന്റെ അംശം അത് കൊഞ്ചാണെന്നേ അറിയാത്ത പോലെ ഇപ്പൊ ഏതാണ്ട് കുട്ടിപ്പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിന്റെ കളർ വരും. നമുക്ക് ഈ കുരുമുളകൊക്കെ ചേർക്കുന്നത് കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതായിരിക്കും. കൊഞ്ചൊക്കെ വെക്കുമ്പോൾ കുറച്ച് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടുതലായിട്ട് ചേർക്കണം എന്ന് പറയാറുണ്ടല്ലോ. വയറിന് നല്ലതല്ലേ. വേഗം റെഡിയായി കഴിഞ്ഞു, വേഗം തയ്യാറാക്കാവുന്ന ഇതാണ്. കൊഞ്ചിങ്ങനെ ചൂടാക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കൊഞ്ച് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞ് അങ്ങനെ തന്നെ കുറച്ച് ഉപ്പും മസാലപ്പൊടിയും പുരട്ടി വെക്കണം. എന്നിട്ട് ഇതുപോലെ ഗ്രേവി ഉണ്ടാക്കി അതിൽ മുക്കി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാണ്ട് മുൻപേ തന്നെ അത് കുക്ക് ചെയ്യണ്ട. ഇപ്പൊ ആയിക്കഴിഞ്ഞു. ഞാനിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. നന്നായിട്ടത് ഓഫ് ചെയ്തു. നമ്മൾ രണ്ടാമത് അതിന്റെ പുറത്ത് ഒഴിച്ച മാവെല്ലാം അറിയുന്നതേ ഇല്ല. നന്നായിട്ടത് ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് കൊഞ്ച് ബജിയാണെന്ന് തോന്നുകയില്ല. വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. കൊഞ്ച് നമ്മൾ നേരത്തെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊഞ്ചില് കുറച്ച് ഉപ്പും കുറച്ച് മസാലപ്പൊടിയും പുരട്ടി വെക്കുക. എന്നിട്ട്
നമ്മൾ ഒരു ഗ്രേവി തയ്യാറാക്കണം. അത്രയും സമയം അതിൽ ആ മസാലയും ഉപ്പും പിടിക്കുന്ന ഒരു 2 മിനിറ്റ് എടുക്കും, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ എടുത്ത കാര്യങ്ങൾ: സവാള, കുറച്ച് തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അരിഞ്ഞതോ, മല്ലിയില, കറിവേപ്പില, ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത്, കുറച്ച് കുരുമുളക് പൊടി ചേർത്തു. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട അടിച്ചു ചേർത്തു. കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കി അതും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. മിക്സിയിൽ അടിച്ചെടുത്താൽ കുറച്ചും കൂടി ഇങ്ങനെ കുറുകിയ പോലെ ഇരിക്കും. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞു കിട്ടുമല്ലോ. അപ്പൊ എന്നിട്ട് അതിങ്ങനെ ഒരു ബൗളിൽ വെച്ചിട്ട് നമ്മൾ ആ പുരട്ടി വെച്ച കൊഞ്ച്, അതായത് ഉപ്പും മസാലപ്പൊടിയും പുരട്ടി വെച്ച കൊഞ്ച് അങ്ങനെ ഇതിൽ മുക്കി തിളയ്ക്കുന്ന എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം കൊഞ്ച് ബജ്ജി റെഡിയായി. നമുക്ക് കറിവേപ്പില തൂക്കി. അപ്പൊ നമ്മളുടെ കൊഞ്ച് ബജ്ജി റെഡി ആയിട്ടുണ്ട്. വളരെ വേഗം തയ്യാറാക്കാവുന്ന കൊഞ്ച് ബജ്ജിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൽ ചേർക്കണം. അത് നല്ലതായിരിക്കും, വയറിന് നല്ലതാണ്. കൊഞ്ചാകുമ്പോൾ ആരോഗ്യത്തിന് നല്ലത് ഇത് ചേർത്ത് ചെയ്യുന്നതാണ്. വളരെ വേഗം തയ്യാറാക്കാം, വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ഹെൽത്തി മോയ്സ്ചറൈസ്ഡ് സ്കിന്നിനായി ഇതാ വരുന്നു ആക്റ്റീവ് ആയുർവേദ. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം. സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു, എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ജോഹോബ ഓയിൽ. അവ ചർമ്മത്തിന് ഹെൽത്തിയായി മോയ്സ്ചറൈസ്ഡ് ആയി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. ഞാൻ വിവാഹിതനാണ്, പക്ഷേ പലരുമായി ഞാൻ പ്രേമത്തിലാണ്. ഈ ചുവന്ന ദേവതയെ ഞാൻ പ്രേമിക്കുന്നു. ഈ മഞ്ഞക്കിളിയുണ്ടല്ലോ, ഭാഗ്യവശാൽ ഇവരെല്ലാം ഒരുപോലെ തന്നെ എന്റെ ഭാര്യ. ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ വർണ്ണഭംഗി അദ്ദേഹത്തിന്റെ മനം മയക്കും. കളകാടോട് കൂടിയ പുതിയ സൺലൈറ്റ്, ഉജ്ജ്വലമായ വർണ്ണം 40 അലക്കിന് ശേഷവും സൺലൈറ്റ്. ഇപ്പോൾ ഹെൽത്തി മോയ്സ്ചറൈസ്ഡ് സ്കിന്നിനായി ഇതാ വരുന്നു ആക്റ്റീവ് ആയുർവേദ. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം. സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു, എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ജോഹോബ ഓയിൽ. അവ ചർമ്മത്തിന് ഹെൽത്തിയായി മോയ്സ്ചറൈസ്ഡ് ആയി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. ഇതിലെന്താ? വെയില്. ഇത് സൂക്ഷിച്ചു വെക്കാം. എങ്ങെങ്ങോ ചൊല്ല് 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 ഒളിപ്പിച്ചു ഇതിൽ വെക്കാം. നിർമ്മലമായ ബന്ധം, നിർമ്മലമായ ചർമ്മം, നിർമ്മലമായ പേസ്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ, കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ, സുരക്ഷ 1:1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ഞാൻ വിവാഹിതനാണ്, പക്ഷേ പലരുമായി ഞാൻ പ്രേമത്തിലാണ്. ഈ ചുവന്ന ദേവതയെ ഞാൻ പ്രേമിക്കുന്നു. ഈ മഞ്ഞക്കിളിയുണ്ടല്ലോ, ഭാഗ്യവശാൽ ഇവരെല്ലാം ഒരുപോലെ തന്നെ എന്റെ ഭാര്യ. ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ വർണ്ണഭംഗി അദ്ദേഹത്തിന്റെ മനം മയക്കും. കളകാടോട് കൂടിയ പുതിയ സൺലൈറ്റ്, ഉജ്ജ്വലമായ വർണ്ണം 40 അലക്കിന് ശേഷവും സൺലൈറ്റ്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ, കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ, സുരക്ഷ 1:1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ഇനി നമുക്ക് പുതിയൊരു വിഭവം ഉണ്ടാക്കാം. മഷ്റൂം ക്യാപ്സിക്കം റോസ്റ്റ്. ബട്ടൺ മഷ്റൂം ആണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ബട്ടൺ മഷ്റൂം ഒരു 1.5 കപ്പ് ഉണ്ട്. ഇത് ബട്ടൺ മഷ്റൂം 4ആയിട്ടോ 2ആയിട്ടോ കട്ട് ചെയ്ത്. ബട്ടൺ മഷ്റൂം വളരെ ചെറുതായിരിക്കുമല്ലോ, അത് എടുത്തു. ഞാനിവിടെ റെഡ് കളർ ക്യാപ്സിക്കം എടുത്തു. റെഡ് കളർ ക്യാപ്സിക്കം 1 മഞ്ഞ ക്യാപ്സിക്കം 1 ഇതുപോലെ കട്ട് ചെയ്തു. 2 കപ്പ് സവാള ചെറുതായിട്ട് എരിഞ്ഞു. 1 കപ്പ് ടൊമാറ്റോ. മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും സെപ്പറേറ്റ്. മല്ലിയില,
കറിവേപ്പില, ഉപ്പ്, വെള്ളം, എണ്ണ, ഇത് ആവശ്യത്തിന്. ഇത് വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇതിന് കൂടെ നമുക്ക് ട്രൈ കളർ ക്യാപ്സിക്കം റോസ്റ്റ് പോലെ പച്ച ക്യാപ്സിക്കം കൂടി ഉപയോഗിക്കാം. പച്ചയ്ക്ക് വരെ ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 കളർ ക്യാപ്സിക്കമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ ഇത് മഷ്റൂം ക്യാപ്സിക്കം റോസ്റ്റ് ആണ്. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ നമ്മളുടെ ഇതിപ്പോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതും നേരത്തെ ചെയ്ത പോലെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ആദ്യം സവാള നന്നായി വഴറ്റണം. തീ കൂട്ടി വെച്ച് അന്ന് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. പലപ്പോഴും നോൺ വെജിറ്റേറിയൻ കിട്ടുന്ന പല പോഷകങ്ങളും നമുക്ക് വെജിറ്റേറിയൻസിന് എപ്പോഴും എല്ലാത്തിൽ നിന്നും കിട്ടുന്നില്ല. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഈ ബട്ടൺ മഷ്റൂം ഉപയോഗിക്കാം. ഉള്ളി വഴണ്ട് വരുമ്പോ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഉപ്പൊക്കെ കുറഞ്ഞു പോയാലും അവസാനം കുറച്ച് ചേർത്താൽ മതിയല്ലോ. ഉപ്പ് ചേർത്തു. സവാള കുറച്ചും കൂടി നൈസായിട്ട് അരിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. സവാളയ്ക്ക് വരും ചെറിയ ഉള്ളി ചേർത്താലും മതി. സവാള മൂത്ത് വരുമ്പോ നമ്മള് ടൊമാറ്റോ ആഡ് ചെയ്യണം. ഇത് നല്ലൊരു കളർഫുൾ കറിയാണ്. കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ ഞാൻ പറയാറുണ്ട്, എപ്പോഴും കളർഫുൾ കറികളാണ് അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമാവുക. അതുകൊണ്ട് കളർഫുൾ മാത്രമല്ല, വളരെ പോഷക സമൃദ്ധവുമാണ് ഇതെല്ലാം. ഉപ്പിട്ടു, ടൊമാറ്റോ ഇട്ടു. ടൊമാറ്റോ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ 1 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ വളരെ പെട്ടെന്ന് ആ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 2ൽ നിന്ന് 1/2 സ്പൂൺ വീതം ഇടാം. ഇതൊപ്പം വളരെ വേഗമാകും. ഇപ്പൊ നമ്മളുടെ ഈ ജീവിത തിരക്കിനിടയിൽ എല്ലാം പൊടിച്ച് എല്ലാ പൊടികളും പ്രത്യേകം ചേർക്കണം എന്നില്ല. അങ്ങനെ എല്ലാം കൂടി ജോലി ഭാരം കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ നമുക്ക് എല്ലാ മസാല, മഞ്ഞൾ, മല്ലി, മുളക് അങ്ങനെ ചെയ്യുന്നതിന് പകരം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് വെജിറ്റബിൾ മസാലയായിട്ടോ ചിക്കൻ മസാലയായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ജോലി ഭാരം ലഘൂകരിക്കാനുള്ള എളുപ്പവിദ്യകളാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചു നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടി, വെജിറ്റേറിയൻസിനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വെജിറ്റബിൾ മസാല ചേർത്താലും മതി. ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു 4 സ്പൂൺ വെജിറ്റബിൾ മസാല ചേർക്കും. ഇതിലെന്താ? വെയില്. ഇത് സൂക്ഷിച്ചു വെക്കാം. എങ്ങെങ്ങോ ചൊല്ല് ഒളിപ്പിച്ചു ഇതിൽ വെക്കാം. നിർമ്മലമായ ബന്ധം, നിർമ്മലമായ ചർമ്മം, നിർമ്മലമായ പേസ്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ. സുരക്ഷ 1:1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ഹലോ മാരി. ജഡ്ജ്, അതും ഇത്രയും. മമ്മി. ഇപ്പോൾ സ്കിൻ സോഫ്റ്റ്നേഴ്സും സവിശേഷമായ സുഗന്ധത്തിനുമൊപ്പം അങ്ങനെ നിങ്ങൾക്ക് യുവത്വത്തുടിപ്പ് വർഷങ്ങളോളം. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ. സുരക്ഷ 1:1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു.
10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ സംരക്ഷണം 1 പുതിയ ലൈഫ് ബോയ്. ഞാൻ വിവാഹിതനാണ്, പക്ഷേ പലരുമായി ഞാൻ പ്രേമത്തിലാണ്. ഈ ചുവന്ന ദേവതയെ ഞാൻ പ്രേമിക്കുന്നു. ഈ മഞ്ഞക്കിളിയുണ്ടല്ലോ, ഭാഗ്യവശാൽ ഇവരെല്ലാം ഒരുവൾ തന്നെ എന്റെ ഭാര്യ. ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ വർണ്ണഭംഗി അദ്ദേഹത്തിന്റെ മനം മയക്കും. കളകാടോട് കൂടിയ പുതിയ സൺലൈറ്റ്, ഉജ്ജ്വലമായ വർണ്ണം 40 അലക്കിന് ശേഷവും. സൺലൈറ്റ് ഇപ്പോൾ ഹെൽത്തി മോയ്സ്ചറൈസ്ഡ് സ്കിന്നിനായി ഇതാ വരുന്നു ആക്റ്റീവ് ആയുർവേദ. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം. സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു, എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ജോജോബ ഓയിൽ. അവ ചർമ്മത്തിന് ഹെൽത്തിയായി മോയ്സ്ചറൈസ്ഡ് ആയി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. രോഗങ്ങൾ വേറെ വേറെ, പക്ഷേ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ കണ്ടോ. ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ. സുരക്ഷ 1 ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ സംരക്ഷണം 1 പുതിയ ലൈഫ് ബോയ്. എല്ലാം കൂടി ആ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോ ഇങ്ങനെ കുഴഞ്ഞു വരും. അപ്പൊ എണ്ണ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് അലിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്ന് എല്ലാ ആ പേസ്റ്റും പൊടിയും ഉപ്പും എല്ലാം കൂടി എല്ലായിടത്തും ഒന്ന് പിടിച്ചു വരുമ്പോ അതില് മഷ്റൂം ചേർക്കാനാണ്. ഒന്ന് തിളച്ചോട്ടെ. ഒന്ന് തിളച്ചു കഴിയുമ്പോ അതിലേക്ക് മഷ്റൂം ചേർക്കാം. മഷ്റൂമിന് അധികം വേവ് വേണ്ടല്ലോ. മഷ്റൂം നന്നായിട്ട് കഴുകി എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ഇനി 2ആയിട്ടോ 4ആയിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഈ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചത് ഇടുവാണ്. വളരെയധികം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളതാണ് മഷ്റൂം എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് വല്ലപ്പോഴെങ്കിലും മഷ്റൂം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വെജിറ്റേറിയൻസിന് നല്ല ഒരു പോഷക സമൃദ്ധമായ വിഭവമാണ് ഈ മഷ്റൂം ക്യാപ്സിക്കം റോസ്റ്റ്. ക്യാപ്സിക്കവും നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് 1 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ക്യാപ്സിക്കം നമ്മൾ ഇപ്പോൾ ചേർക്കണ്ട. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് അത് റെഡിയാകും. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കവും ഇട്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി. മല്ലിയില അവസാനം ഇടുന്നതാണ് അതിന്റെ ആ ഒരു പച്ച കളർ കിട്ടുക. നമ്മൾ പച്ച ക്യാപ്സിക്കം ഇവിടെ എടുത്തിട്ടില്ല. പച്ച ക്യാപ്സിക്കവും കൂടി അരിഞ്ഞ് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കളർഫുൾ മഷ്റൂം റോസ്റ്റ് ആയിട്ട് ഇത് മാറും. നമ്മുടെ പച്ച ക്യാപ്സിക്കം എടുത്തില്ല. അതിന് പകരം ഞാൻ ഈ മസാലയ്ക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു മല്ലിയിലയ്ക്ക്. മല്ലിയില കൊണ്ട് അതിന് മുകളിൽ അലങ്കരിക്കുമ്പോൾ വിതറി കഴിയുമ്പോൾ ആ ഗ്രീൻ കളർ വരുന്നത് കൊണ്ട് പച്ച ക്യാപ്സിക്കം ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിപ്പം നന്നായിട്ട് മഷ്റൂം ഒരുപാട് വേണ്ട. ഒന്ന് കുറുകിയാല് നല്ല മഷ്റൂം റോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മഷ്റൂം ഇത്ര വലിപ്പത്തിൽ തന്നെ ഇടണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. വളരെ വേഗം തയ്യാറാക്കാവുന്നതാണ്. ഇത് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കുമ്പോൾ 1 ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തത്. അപ്പൊ അതിന്റെ വിത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന്റെ എന്താ വിത്തിന്റെ പോർഷനൊന്നും ഇല്ല, മുളക് അരിയുടെ പോർഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ക്യാപ്സിക്കം ഒരുപാട് വേവേണ്ട ആവശ്യവുമില്ലല്ലോ. അതുകൊണ്ട് അവസാനം മാത്രമേ ക്യാപ്സിക്കം ചേർക്കാവൂ. ഏത് കറിക്കായാലും അതാണ് നല്ലത്. ഇതിപ്പം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ക്യാപ്സിക്കം ഇടുകയാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അതിന് മുമ്പ് നമ്മൾ ഒരു 1/4 ഭാഗം മല്ലിയിലയും കൂടി ഇടണം. ബാക്കി ഡെക്കറേറ്റ് ചെയ്യാനെടുക്കാം. എന്നാൽ ആ പച്ച കളറ് മല്ലിയിലിട്ട് ഒരുപാട് ഇളക്കണ്ട, ഒന്ന് ഇളക്കിയാൽ മതി. പച്ച കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
ക്യാപ്സിക്കത്തിന്റെ ഒക്കെ കളർ എല്ലാ സൈഡിലേക്കും വരുന്നത് പോലെ വെക്കാം. റെഡ് കളറും യെല്ലോ കളറും ഇതിന് കൂടെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ഇടുകയാണെങ്കിൽ ആ ഒരു ഗ്രീനിന്റെ ഭംഗിയും കൂടിയായിരിക്കും. ക്യാപ്സിക്കത്തിന്റെ അകവശം ഇങ്ങനെ താഴെ ആക്കി വെക്കുന്നതാണ് നമ്മൾ ബൗളിലേക്ക് പകർന്നെടുക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി. അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. എന്നിട്ട് നമുക്ക് ബാക്കി മല്ലിയിലയും കൂടി ഇതിലേക്ക് തൂക്കാം. മല്ലിയില ഇങ്ങനെ വിതറിയിട്ട് നമ്മളുടെ മഷ്റൂം ക്യാപ്സിക്കം റോസ്റ്റ് വളരെ പോഷക സമൃദ്ധമാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ വേഗം തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ എടുത്തതെന്ന് ഒന്നുകൂടി പറയാം. മഷ്റൂം, ബട്ടൺ മഷ്റൂം ആണ് ഞാൻ ഉപയോഗിച്ചത്. അത് കട്ട് ചെയ്ത് 4ആയിട്ടോ 2ആയിട്ടോ കട്ട് ചെയ്ത് എടുത്തു. പിന്നെ സവാള അരിഞ്ഞത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, 2 കളർ ക്യാപ്സിക്കം എടുത്തു, ചുമപ്പും മഞ്ഞയും, ടൊമാറ്റോ അരിഞ്ഞതെടുത്തു, ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും, വെജിറ്റബിൾ മസാലപ്പൊടി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഉപ്പും എണ്ണയും വെള്ളവും ആവശ്യത്തിന് ഉപയോഗിച്ചു. അപ്പൊ ആദ്യം ഉള്ളി നന്നായിട്ട് വഴറ്റി ഉപ്പ് ചേർത്തു. എന്നിട്ട് അതിൽ ടൊമാറ്റോയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടു, മസാലപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് നല്ലോണം വഴറ്റിക്കഴിഞ്ഞ് ഇത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് മഷ്റൂം ഇട്ടു. മഷ്റൂമിലേക്ക് അതെല്ലാം പിടിക്കുന്ന ആ ഒരു പരുവം ഒന്നിതുപോലെ കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് സർവിംഗ് ബൗളിലേക്ക് പകർന്ന് മല്ലിയില കൊണ്ട് അലങ്കരിച്ചു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വളരെ പോഷക സമൃദ്ധമായ ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. എല്ലാവർക്കും അത് പരീക്ഷിക്കാം. നല്ല സ്വാദുള്ള വിഭവവുമാണ്, പോഷക സമൃദ്ധവുമാണ്. പരീക്ഷിച്ച് നോക്കാം.